എല്ലാ ചങ്ക് ബ്രൂസും നമസ്കാരം. വണ്ടിപ്പാന്തന്മാരുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. നാട്ടുകാർക്ക് മുഴുവൻ വട്ടാണെന്ന് തോന്നുമെങ്കിലും നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. ഈ മാർച്ച് മാസം ഇന്ത്യൻ കാർ മാർക്കറ്റിൽ ഒരു ചെറിയ പൂരമൊന്നുമല്ല നടക്കുന്നത്. കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുന്നതിനേക്കാൾ ടെൻഷനിലാണ് കമ്പനികൾ ഓരോ വണ്ടിയും ഇറക്കുന്നത്. ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ. റെനോ ഡസ്റ്റർ പഴയ സിംഹം തിരിച്ചെത്തി. ആദ്യം തന്നെ നമ്മുടെ പഴയ പുലി റെനോൾഡ് ഡസ്റ്ററിനെ പറ്റി പറയാം. കുറെ കാലം മുങ്ങി നടന്നിട്ട് ഇപ്പോഴിതാ ഒരു മിന്നൽ മുരളി ലുക്കിൽ പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ടുണ്ട്. വെറും 10,50,000 രൂപയ്ക്ക് ഡസ്റ്റർ കിട്ടുമെന്ന് കേട്ടപ്പോൾ പഴയ പ്രണയം തിരിച്ചു വന്ന ഫീലാണ് പലർക്കും. ഇതിൽ ഹൈബ്രിഡ് എഞ്ചിനൊക്കെ ഉണ്ടത്ര. അതുകൊണ്ട് പെട്രോൾ പമ്പുകാരെ കാണുമ്പോൾ ഇനി അത്ര പേടിക്കേണ്ടി വരില്ല എന്ന് ചുരുക്കം. മാരുതിയുടെ ഈ വിക്ടാർ, കറണ്ടിൽ ഓടുന്ന മാരുതി. അടുത്തത് നമ്മുടെ സ്വന്തം മാരുതിയാണ്. ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചവർക്ക് മറുപടിയായി ഈ വിക്ടാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വണ്ടി വാങ്ങാൻ പൈസ കൊടുത്താൽ മതി, ബാറ്ററി പൈസ വേണ്ട. അതിന് മാസം വാടക കൊടുത്താൽ മതിയത്രേ. ഇതിനെ ശരിക്കും റേഷൻ കടയിൽ നിന്നും അരി വാങ്ങുന്ന പോലെ ബാറ്ററി വാങ്ങാമെന്ന് പറയാം. 11 ലക്ഷത്തിന് താഴെ മാരുതിയുടെ ഇലക്ട്രിക് വണ്ടി കിട്ടുന്നത് കൊണ്ട് പലരും ഇപ്പോൾ തന്നെ ഷോറൂമിന് മുന്നിൽ ക്യൂ നിൽക്കുന്നുണ്ട്. സ്കോഡ കുഷ്യാക് സുരക്ഷാ ഗുമസ്തൻ. നാളെ, അതായത് മാർച്ച് 21-ന് സ്കോഡ തങ്ങളുടെ കുഷ്യാക് ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നുണ്ട്. ഇതിൽ ഹഡാസ് എന്നൊരു സാധനം വരുന്നുണ്ട്. വണ്ടി തനിയെ ബ്രേക്ക് ഇടുകയും വഴി തെറ്റിയ നമ്മളെ ചീത്ത പറയുകയും ഒക്കെ ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ സൈഡിൽ ഒരു ഉപദേശി ഇരിക്കുന്ന ഫീൽ കിട്ടും. സേഫ്റ്റിയുടെ കാര്യത്തിൽ സ്കോഡയെ തോൽപ്പിക്കാനാവില്ലല്ലോ. ടാറ്റ സിയറ നെസ്റ്റോളജിയ പവർ. ഒടുവിൽ നമ്മുടെ തറവാട്ടുകാരനവർ വരുന്നുണ്ട്. ടാറ്റ സിയറ EV. മാർച്ച് 27-നാണ് പുള്ളിയുടെ എൻട്രി. പണ്ട് ആ സൈഡ് ഗ്ലാസ് കണ്ടു കുതിക്കാത്തവരായി ആരുമില്ല. ഇപ്പോൾ അത് ഇലക്ട്രിക് ആയി വരുമ്പോൾ 500 കിലോമീറ്റർ റേഞ്ചൊക്കെ ഉണ്ടെന്നാണ് ടാറ്റ പറയുന്നത്. അതായത് ഒരു തവണ ചാർജ് ചെയ്താൽ കാസർഗോഡ് നിന്നും ഏകദേശം തിരുവനന്തപുരം വരെ ഒരു പടവറക്കൽ നടത്തും. അപ്പോൾ കൂട്ടുകാരെ, ഇതിൽ ഏത് വണ്ടിയാണ് നിങ്ങളുടെ കീശ കളിയാക്കാൻ പോകുന്നത്? അതോ പഴയ സൈക്കിൾ തന്നെ തുടരാനാണോ പ്ലാൻ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. അടുത്ത വണ്ടി വിശേഷവുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.